അപ്പോൾ നമ്മുടെ 10 ലാക്കിൻ്റെ ചലഞ്ച് വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഈ മാസം 1-ാം തീയതി മുതൽ, അതായത് മെയ് 1-ാം തീയതി മുതലാണ് നമ്മുടെ 10 ലാക്കിൻ്റെ ചലഞ്ച് തുടങ്ങുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയ് മാസം 1-ാം തീയതി മുതൽ തുടങ്ങിയ ചലഞ്ച് ഇന്ന് മെയ് 25-ആണ്. സോ മെയ് 25 ഞാൻ ഓടിയിട്ടില്ല. മെയ് 25 മിഡ് നൈറ്റ്, ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ രാവിലെ 1:30. സോ എനിക്ക് ഈ ടൈമൊക്കെയാണ് ഫ്രീ കിട്ടുന്നത്. കാരണം ഞാൻ രാവിലെ 6 മണിക്ക് സൊമാറ്റോ ഓടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ രാത്രി സമയമാണ് ഫ്രീ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനാലിസിസ് നോക്കാം, എങ്ങനെ ഓടിയിട്ടുണ്ട്, എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിൽ നമുക്ക് മെയ് 1-ാം തീയതി വരെ തന്നെ നമുക്ക് നോക്കാം. സോ മെയ് 1 പറയുന്നത് ഞാൻ ലീവായിരുന്നു, 2 ലീവായിരുന്നു. സോ 2 ലീവ്, അതിനുശേഷം 1200 രൂപ, 1679 രൂപ. സോ 2 ലീവ്. പിന്നെ ഈ 550 നമുക്ക് വേണമെങ്കിൽ അതൊരു ലീവായിട്ട് കൂട്ടാം. കാരണം അതൊന്നും ഞാൻ ഫുൾ ഡേ ഓടിയതല്ല, ജസ്റ്റ് ആ തലേ ദിവസം എടുത്ത പേയ്മെൻറ്റാണ് ഈ കാണിക്കുന്നത്. അതായത് ഈ 5-ാം തീയതി ഞാൻ ഫുൾ അടിച്ചപ്പോഴത്തേക്ക് 2400, 500, 700 അടുപ്പിച്ച് വരും. അപ്പോൾ അത് തൊട്ടടുത്ത ദിവസം 12 to 2 എന്ന് പറയുന്ന ആ ഒരു 2 മണിക്കൂർ കംപ്ലീറ്റ് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെൻറ്റ്, അതായത് ഇൻസെൻറ്റീവ് വരുന്നത് തലേദിവസവും പേയ്മെൻറ്റ് വരുന്ന പിറ്റേ ദിവസമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു ലീവായിട്ട് കൂട്ടാം. പിന്നെ നോർമൽ തൊട്ടടുത്ത ദിവസം ലീവ് എടുത്തു. അപ്പോൾ ടോട്ടൽ 5 ലീവായി. പിന്നെ 13, 14, സോ 6, 7 ലീവായി. ഇതെല്ലാം ഞാൻ ഓടിയതാണ്. 7 ലീവായി. സോ 8, 9, 10, അങ്ങനെ 10 ദിവസം ലീവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മാസം മെയ് മാസം ഞാൻ ടോട്ടലി 10 ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കാം, 10 ദിവസം ലീവ് എടുത്തിട്ട് എൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 20,583 രൂപ. ഇന്നിപ്പോൾ ഡേറ്റ് 25 മെയ്. ഇനി നമുക്കൊരു 6 ദിവസമുണ്ട്. സോ ഒരു 25,000 രൂപയിലോട്ട് എത്തിക്കാം. സോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാസം 25,000 രൂപ അടുപ്പിച്ച് ഏൺ ചെയ്തിട്ടുണ്ട്, 304 ഓർഡേഴ്സ്. പക്ഷേ ഈ മാസം പേയ്മെൻറ്റ് കുറവാണെങ്കിലും ഓർഡേഴ്സ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ 276 ഓർഡേഴ്സായി. അത് നമുക്ക് ഇന്നിപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഇന്ന് ഫുൾ അടിക്കുകയാണെങ്കിൽ 304 കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് 24, അതിനു മുമ്പ് മാർച്ചിൽ 25,000, ഫെബ്രുവരിയിലാണ് ഞാൻ കുറച്ചത്. ജനുവരിയിലുള്ള പേയ്മെൻ്റ് എന്ന് പറയുന്നത് 17,000, ഡിസംബറിലുള്ള പേയ്മെൻറ്റ് 13,000. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഏകദേശം മാർച്ച് മുതൽ 20,000 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് നിൽക്കുന്നുണ്ട്. മാർച്ച് 25, ഏപ്രിൽ 24, ഇപ്പോൾ മെയ്യും 20,000 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ഒരു 25,000ത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 20,583 രൂപ 10 ദിവസം ലീവ് എടുത്ത് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 25 ആയിരുന്ന ഡേറ്റ്. സോ 24 കറക്റ്റ് പേയ്മെൻറ്റ്. നമുക്ക് 24 വരെ വരാൻ പറ്റത്തുള്ളൂ. സോ 24 മൈനസ് 10 വെച്ച് നോക്കുമ്പോൾ 14 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന 20,583 രൂപ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് 1000 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപയാണ്. സോ ഇപ്പോൾ 14 ദിവസം കൊണ്ട് നമ്മൾ 20,583 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് നൈസായിട്ടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഷോർട്സ് ചെയ്യാം, അതായിരിക്കും എനിക്ക് എളുപ്പമുള്ളത്. സോ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.